കേരളം വളരെ വേഗത്തിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ചെറിയ ടൗണുകൾ വളരെ വേഗത്തിൽ നഗരങ്ങളായിക്കൊണ്ടിരിക്കുന്നു. നഗരങ്ങളിലെ ജനസംഖ്യ അനുദിനം വർദ്ധിച്ചു വരുന്നു. അതേസമയം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലും കേരളം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഏതൊരു നഗരത്തിൻ്റെയും ആസൂത്രിതമായ വികസനത്തിന് ആ നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജനം വളരെ അത്യാവശ്യം വേണ്ട ഘടകമാണ്. മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലും നമുക്ക് ഒരുപാട് മുന്നേറേണ്ടതുണ്ട്. ഏറ്റവും വേഗത്തിൽ മലിനമാകുന്നത് ജലവും വായുവുമാണ്. കൊല്ലം നഗരത്തിൻ്റെ എയർ ക്വാളിറ്റി പ്രസിദ്ധമാണല്ലോ. പക്ഷേ ജലത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ജനബാഹുല്യം അധികരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ 4-5 സെന്റ് വലിപ്പമുള്ള പ്ലോട്ടുകളിൽ വയ്ക്കുന്ന വീടുകൾ വ്യാപകമാണ്. അതിനാൽ കൊല്ലം നഗരം പോലെ ജലനിരപ്പുയർന്ന പ്രദേശങ്ങളിൽ സെപ്റ്റിക് ടാങ്ക് സിസ്റ്റം മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് പ്രായോഗികമല്ല. സെപ്റ്റിക് ടാങ്കിൽ നിന്നും പുറത്തേക്ക് വരുന്ന ജലത്തിലൂടെ ഭൂഗർഭജലം വേഗത്തിൽ മലിനമാകും എന്നത് തന്നെ കാരണം. അതിനായി നമുക്ക് ആവശ്യത്തിന് മലിനജല സംസ്കരണ പ്ലാന്റുകൾ ആവശ്യമാണ്. കൊല്ലം പോലെയുള്ള പട്ടണങ്ങളിൽ ദ്രവമാലിന്യം ശേഖരിച്ച് സംസ്കരണശാലകളിൽ എത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇങ്ങനെ ഓരോ വീട്ടിൽ നിന്നും പൈപ്പ് ലൈൻ വഴി ദ്രവമാലിന്യം ശേഖരിക്കുന്ന സംവിധാനത്തിന് സീവറേജ് എന്ന് പറയുന്നു. സ്വീവറിലൂടെ ഒഴുകുന്നത് സ്വീവേജ് അഥവാ ദ്രവമാലിന്യം ആണ്. സ്വീവേജ് സംസ്കരിക്കാനുള്ള ശാലയെ സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അഥവാ STP എന്ന് പറയുന്നു. കൊല്ലം നഗരത്തിൻ്റെ ദീർഘവീക്ഷണമുള്ള പഴയ ഭരണാധികാരികൾ നമുക്കും ഒരു ദ്രവമാലിന്യ സംസ്കരണശാല വേണമെന്നാഗ്രഹിച്ചതിൻ്റെ ഫലമായി 1980-85 കാലഘട്ടത്തിൽ തന്നെ ഏകദേശം 38 കിലോമീറ്റർ നീളത്തിൽ ദ്രവമാലിന്യ വിതരണ ശൃംഖലകളും അവയെ ബന്ധിപ്പിക്കുന്ന വലിയ കോൺക്രീറ്റ് മാൻഹോളുകളും സ്ഥാപിച്ചിരുന്നു. ഇവ ഇപ്പോഴും ഉപയോഗയോഗ്യമാണെന്ന് സർവേ ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. നിർഭാഗ്യവശാൽ ധനലഭ്യതയിലെ അപര്യാപ്തത മൂലം ഈ പദ്ധതി നിർത്തിവെക്കേണ്ടി വന്നു. 2010-12 കാലഘട്ടത്തിൽ KSUDP വീണ്ടും പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയതിനെ തുടർന്ന് കോർപ്പറേഷന്റെ പരിധിയിലുള്ള തേവള്ളി, വടക്കുംഭാഗം, ആശ്രാമം, കടപ്പാക്കട, കന്റോൺമെന്റ്, താമരക്കുളം, പള്ളിത്തോട്ടം, പോർട്ട്, കച്ചേരി, തങ്കശ്ശേരി എന്നീ വാർഡുകളിലെ വീടുകളിൽ നിന്നും വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ദ്രവമാലിന്യം ശേഖരിക്കുന്നതിനാവശ്യമായ ദ്രവമാലിന്യ ശേഖരണ ശൃംഖലയുടെയും കരുമാലിൽ, താമരക്കുളം, ബീച്ച്, പുള്ളിക്കട എന്നിവിടങ്ങളിൽ ഒഴുകിയെത്തുന്നതിനാവശ്യമായ കിണറുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതിനായി ഇതുവരെയും ഏകദേശം 40 കോടി രൂപ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. വാടിയിൽ ഇനിയും ഒരു കിണർ നിർമ്മിക്കേണ്ടതുണ്ട്. ഇരുമ്പ് പാലത്തിന് സമീപം നിർമ്മിക്കാനുള്ള കിണറിൽ നിന്നും ദ്രവമാലിന്യം കുരീപ്പുഴയിൽ സ്ഥാപിക്കുന്ന ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റിൽ എത്തിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ നിബന്ധനകൾക്കനുസരിച്ച് സംസ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേരള വാട്ടർ അതോറിറ്റി ക്ഷണിച്ച ടെൻഡർ അനുസരിച്ച് കൊല്ലം കുരീപ്പുഴയിൽ 12 MLD അഥവാ പ്രതിദിനം 1,20,00,000 ലിറ്റർ ശേഷിയുള്ള STP നിർമ്മിക്കുന്നതിനായുള്ള സെലക്ഷൻ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. കോർപ്പറേഷന്റെ അധീനതയിലുള്ള 1.5 ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥാപിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ അമൃത് സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതിക്കുള്ള ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. ഇന്നലകളിൽ വാട്ടർ പൊല്യൂഷൻ ആയിരുന്നെങ്കിൽ ഇന്നത് വാട്ടർ സ്ട്രെസ്സും വാട്ടർ സ്കേഴ്സിറ്റിയുമാണ് നമ്മൾ നേരിടുന്ന ഭീഷണി. ജലത്തിൻ്റെ പുനരുപയോഗത്തിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുകൊണ്ടാണ് ഇത്രയധികം വാട്ടർ സ്ട്രെസ് നമുക്ക് അനുഭവപ്പെടുന്നത്. മാലിന്യ സംസ്കരണത്തിന് നിരവധി മാർഗങ്ങളുണ്ടെങ്കിലും ദ്രവമാലിന്യ സംസ്കരണ സാങ്കേതിക വിദ്യകളിൽ ഏറ്റവും മികച്ചത് MBBR സാങ്കേതിക വിദ്യയാണ്. ഈ സാങ്കേതിക വിദ്യയാണ് ഈ പദ്ധതിയിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ജലമലിനീകരണത്തിൻ്റെ തോത് നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ് BOD, COD എന്നിവ. ദ്രവമാലിന്യത്തിൻ്റെ സംസ്കരണത്തിൽ പ്രധാനമായും നടക്കുന്നത് BOD അഥവാ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, COD അഥവാ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, സസ്പെൻഡഡ് സോളിഡ്സ്, pH വാല്യൂ എന്നിവയുടെ ക്രമീകരണമാണ്. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പമ്പ് ഹൗസുകളിലൂടെ പമ്പ് ചെയ്യപ്പെട്ട് ഇൻലെറ്റ് സം ടാങ്കിലെത്തുന്ന മലിനജലം അവിടെ നിന്നും സ്ക്രീൻ ചേംബറിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. ദ്രവമാലിന്യത്തോടൊപ്പം വരുന്ന പ്ലാസ്റ്റിക്, തുണി തുടങ്ങിയ വലിയ പദാർത്ഥങ്ങൾ വേർതിരിക്കലാണ് സ്ക്രീൻ ചേംബറിൽ ചെയ്യുന്നത്. അവിടെ നിന്നും മലിനജലം ഗ്രിറ്റ് ചേംബറിൽ എത്തുന്നു. ഇവിടെ ഒരു നിർദ്ദിഷ്ട സമയത്തേക്ക് ഈ മലിനജലം കെട്ടി നിർത്തുന്നു. അങ്ങനെ മണ്ണ്, മണൽ, ചെറിയ കല്ലുകൾ തുടങ്ങിയവ ചേംബറിൻ്റെ അടിയിൽ അടിഞ്ഞ് വേർതിരിയുന്നു. അവിടെ നിന്നും മലിനജലത്തിൻ്റെ ഒഴുക്ക് ക്രമപ്പെടുത്തി പ്രധാന പ്രക്രിയയായ
MBBR റിയാക്ടറുകളിലൂടെ കടത്തിവിടുന്നു. ദ്രവമാലിന്യ സംസ്കരണത്തിന് ഇന്ന് ഉപയോഗിക്കുന്ന ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയാണ് മൂവിംഗ് ബെഡ് ബയോഫിലിം റിയാക്ടർ അഥവാ MBBR സാങ്കേതിക വിദ്യ. നോർവീജിയൻ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത ഈ സാങ്കേതിക വിദ്യയിൽ ദ്രവമാലിന്യത്തിലൂടെ വായു കടത്തിവിടാനും ബാക്ടീരിയയുടെ സമ്പർക്കം വർദ്ധിപ്പിക്കാനുമായി പുനരുപയോഗിക്കാൻ സാധിക്കുന്ന പ്ലാസ്റ്റിക് കാരിയറുകൾ ഉപയോഗിക്കുന്നു. ഈ കാരിയറുകൾ വായു കടത്തിവിട്ടുകൊണ്ടിരിക്കുന്ന ദ്രവമാലിന്യത്തിന് മുകളിലൂടെ ഒഴുകി നടന്ന് ഏറ്റവും മികച്ച രീതിയിൽ ബയോഡീഗ്രഡേഷൻ സാധ്യമാക്കുന്നു. ഈ സാങ്കേതിക വിദ്യയിലൂടെ മികച്ച രീതിയിൽ സൂക്ഷ്മാണുക്കളായ ബാക്ടീരിയകളെ ഉപയോഗിച്ച് ബയോഡീഗ്രേഡബിൾ ആയ പദാർത്ഥങ്ങളിലെ BOD, COD എന്നിവ നിയന്ത്രണ പരിധിയിൽ കൊണ്ടുവരുന്നു. വലിയ അളവിൽ ഓക്സിജൻ ഉപയോഗിച്ച് എയ്റോബിക് ട്രീറ്റ്മെൻറ്റിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ഇതിനായി എയ്റേഷൻ ടാങ്ക് ഉപയോഗിക്കുന്നു. ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി മാലിന്യം വിഘടിച്ച് ചേംബറിൻ്റെ ചുവട്ടിൽ അടിയുന്നു. സെക്കൻഡറി ക്ലാരിഫയർ അഥവാ സെറ്റ്ലിംഗ് ടാങ്കിൽ താഴെ അടിയുന്ന വിഘടിച്ച മാലിന്യം ഘനീഭവിപ്പിച്ച് ബാക്കി വരുന്ന ജലം വേറെ ടാങ്കിലേക്ക് നീക്കം ചെയ്യുന്നു. സ്ലഡ്ജ്, സെൻട്രിഫ്യൂജ്, ഫിൽട്ടർ പ്രസ് എന്നിവ മുഖേന കൂടുതൽ ഘനീഭവിപ്പിച്ച് ആവശ്യമായ അളവിൽ ക്ലോറിൻ ഉപയോഗിച്ച് ന്യൂട്രലൈസ് ചെയ്ത് ബാക്ടീരിയയെ നശിപ്പിച്ച് ദുർഗന്ധമില്ലാതാക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന സ്ലഡ്ജിൽ നിന്നും പൂർണ്ണമായും ജലം നീക്കം ചെയ്യാൻ റൊട്ടേറ്റിംഗ് ഡ്രയർ ഉപയോഗിച്ച് പൂർണ്ണമായും വെള്ളം നീക്കി ഖരരൂപത്തിലേക്ക് മാറ്റുന്നു. ഗ്രാനുലാർ സൈസിൽ കിട്ടുന്ന ഈ സ്ലഡ്ജ് നല്ലൊരു വളമായി ഉപയോഗിക്കാവുന്നതാണ്. മാലിന്യം വളവും വെള്ളവുമായി വേർതിരിഞ്ഞാൽ ഈ ജലം കൃഷിക്കോ ഗാർഡനിങ്ങിനോ ഉപയോഗിക്കാം. ശുദ്ധജലത്തിന് തുല്യമായ ഈ ജലം അതിന് ഉപയുക്തമായ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സ്വാഭാവികമായും ഉണ്ടാകാവുന്ന സംശയങ്ങൾ പരിശോധിക്കാം. എന്തുകൊണ്ട് സെപ്റ്റിക് ടാങ്ക് ഉപേക്ഷിച്ച് സീവറേജ് സിസ്റ്റം കൊണ്ടുവരണം? സെപ്റ്റിക് ടാങ്കും ലിച്ചേറ്റ് ഫീൽഡും ചേർന്നതാണ് ഒരു ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം. ടാങ്ക് മാത്രമായിട്ട് ഏതാണ്ട് 50% മുതൽ 70% വരെ മാത്രമേ സംസ്കരണം നടക്കുന്നുള്ളൂ. ലിച്ചേറ്റ് ഫീൽഡിൽ ഏതാണ്ട് 1 മുതൽ 10 മീറ്റർ വരെ മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോൾ ജലം പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുന്നു. ഇങ്ങനെ ഒരു ലിച്ചേറ്റ് ഫീൽഡ് ഉണ്ടാക്കാൻ ജലനിരപ്പ് ഉയർന്ന പ്രദേശങ്ങളിൽ സാധ്യമല്ല. സെപ്റ്റിക് ടാങ്കിൽ നിന്നും പുറത്തേക്ക് വരുന്ന മലിനജലം വളരെ പെട്ടെന്ന് ഭൂഗർഭജലത്തെ മലിനമാക്കും. കൊല്ലം പോലെയുള്ള പട്ടണങ്ങളിൽ ദ്രവമാലിന്യം ശേഖരിച്ച് സംസ്കരണശാലകളിൽ എത്തിക്കേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. എന്തുകൊണ്ടാണ് STPയോട് എതിർപ്പ്? STP ദുർഗന്ധത്തിൻ്റെ ഉറവിടമാണെന്നുള്ള വിശ്വാസം. എന്താണ് വാസ്തവം? ജലം സെപ്റ്റിക് ആകുമ്പോഴാണ് മലിനജലത്തിൽ നിന്നും ദുർഗന്ധം വരുന്നത്. സീവേജ് അരമണിക്കൂറിൽ കൂടുതൽ കെട്ടിക്കിടന്നാൽ സെപ്റ്റിക് ആകും. അതായത് ജലത്തിൽ ഹൈഡ്രജൻ സൾഫൈഡ് വാതകം ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇതിന് ചീഞ്ഞ മുട്ടയുടെ നാറ്റമാണ്. സീവേജ് കെട്ടിക്കിടക്കുന്ന മാൻഹോളിൽ നിന്നും സെപ്റ്റിക് ടാങ്കിൽ നിന്നും ഈ ഗന്ധമാണ് പുറത്തേക്ക് വമിക്കുന്നത്. നാം അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പ്രവൃത്തികൾ ആണ് സീവർ പൈപ്പ് അടയാനും സീവേജ് സെപ്റ്റിക് ആകാനും കാരണമാകുന്നത്. ടോയ്ലറ്റിനുള്ളിലും മാൻഹോളിലും ഇടാൻ പാടില്ലാത്ത വസ്തുക്കൾ ഇടുമ്പോൾ സീവർ പൈപ്പുകൾ അടയുകയും സീവേജ് സെപ്റ്റിക് ആകുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ഹൈഡ്രജൻ സൾഫൈഡാണ് ഒടുവിൽ STPയിൽ എത്തി പുറത്തേക്ക് വരുന്നത്. ഇതുപോലും തടഞ്ഞ് പ്രത്യേക ഫിൽറ്ററുകളിലൂടെ ഗന്ധം ശമിപ്പിച്ച് പുറത്തേക്ക് വിടാനുള്ള സൗകര്യം കുരീപ്പുഴയിൽ ഏർപ്പെടുത്തുന്നുണ്ട്. STP ഒരു മലം ഡിപ്പോ ആണ്. ഇത് ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട. ഇത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. STPയിൽ മലം സൂക്ഷിക്കുന്നില്ല. മലിനജലം ശുദ്ധീകരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ചെന്നൈ, പൂനെ, ഗോവ തുടങ്ങിയ നഗരങ്ങളിൽ STP സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ നോക്കൂ. അവയെല്ലാം സിറ്റിക്ക് അടുത്താണ്. പലതും കുരീപ്പുഴയേക്കാൾ അടുത്താണ്.